everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 17th ചോദിച്ചിട്ടുള്ള GD എക്സാമിലെ ലാസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the ages of A and B are in the ratio 5:8 respectively. After 8 years, the ratio of their ages will be 3:4. What is the sum of their present ages? എയുടെയും ബിയുടെയും വയസ്സിൻ്റെ റേഷ്യോ ഇപ്പോൾ 5:8 ആണ്. 8 വർഷത്തിന് ശേഷം റേഷ്യോ എന്തായിരിക്കും? 3:4 ആയിരിക്കും. നമുക്ക് കാണേണ്ടത് പ്രസൻറ്റ് ഏജ്, എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ ഏജിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം പ്രസൻറ്റിൽ 5:8 ആണ്. 8 വർഷത്തിന് ശേഷം എത്രയായെന്ന് പറഞ്ഞേക്കുന്നത്? 3:4. 8 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ഏജിലേക്ക് എത്രയാണ് ആഡ് ആയിട്ടുള്ളത്? 8 ആണ് ആഡ് ആയിട്ടുള്ളത്. നമ്മൾ നോക്കുക, ഇവിടെ റേഷ്യോ വൈസ് നോക്കുമ്പോൾ ഡിഫറൻസ് 4 ആണ്, ഇവിടെയാണെങ്കിൽ 2 ആണ്. അപ്പോൾ എന്താണ്? റേഷ്യോ കറക്റ്റ് അല്ല. നമുക്ക് ആദ്യം എന്താക്കണം? കറക്റ്റ് ആക്കണം. കാരണം 8 വർഷം വെച്ചിട്ട് ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടിലും ഒരേ യൂണിറ്റിലായിരിക്കണം വ്യത്യാസം വരേണ്ടത്. ഇവിടെ എന്തായാലും അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് റേഷ്യോ കറക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എത്രയാണ്? 3 ആണ് ഇവരുടെ ഡിഫറൻസ്. ഇവിടെയാണെങ്കിൽ 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. എന്നിട്ട് ഈ ഡിഫറൻസ് കൊണ്ട് താഴത്തെ റേഷ്യോനെയും താഴത്തെ ഡിഫറൻസ് കൊണ്ട് മുകളിലത്തെ റേഷ്യോനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5:8 തന്നെയാണ്. ഇവിടെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9:12 ആയി. ഇനി ഡിഫറൻസ് നോക്കിക്കേ, ഇവിടെ 8 + 4 ആണ് 12, അതേപോലെ 5 + 9 ആണ് 4. അപ്പോൾ രണ്ടിലും 4 യൂണിറ്റാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഈ 4 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ എത്രയാണ്? 8 വർഷമാണ് അല്ലേ? അപ്പോൾ 4 യൂണിറ്റ് എന്താണ്? 4 യൂണിറ്റ് = 8. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായി? 2 ആണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ. നമുക്ക് കാണേണ്ടത് ഇപ്പോഴത്തെ ഏജിൻ്റെ സമ്മാണ്. എത്രയാണ്? 5 + 8 13 ആണ് ഇപ്പോഴത്തെ ഏജിൻ്റെ സം. 13 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 2 ആണെങ്കിൽ 13 യൂണിറ്റ് എത്രയാണ്? 13 × 2 26 ആണ് ഇപ്പോഴത്തെ രണ്ടുപേരുടെയും വയസ്സിൻ്റെ സം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓപ്ഷൻ നമ്പർ 2 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, the effective annual rate of interest corresponding to a nominal rate of 2% per annum payable half yearly is. ആനുവൽ റേറ്റ് 12 മാസത്തേക്കുള്ള റേറ്റ് 2% ആണെങ്കിൽ ഇതിന് ഹാഫ് ഇയർലി ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഇഫക്റ്റീവ് റേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആനുവലി എന്ന് പറയുമ്പോൾ അതായത് 12 മാസത്തേക്കാണ്, 12 മന്തിലേക്കാണ് എന്ത്? 2% പലിശ അല്ലേ? അപ്പോൾ പേയബിൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 12ൻ്റെ ഹാഫ് എത്രയാണ്? 6 ആണ്. 6 മാസം വെച്ചിട്ടാണ് നമ്മൾ പലിശ കൊടുക്കുന്നതെങ്കിൽ എത്രയാണ് റേറ്റ് എന്നാണ് കാണേണ്ടത്. അതെങ്ങനെ കാണാം? 12/2 ആണ് 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 2/2 ചെയ്യുക. എത്ര വരും? 1% വരും. അല്ലെങ്കിൽ 12 മാസത്തേക്കാണ് 2, അങ്ങനെയെങ്കിൽ ഒരു മാസത്തേക്ക് 2/12, 6 മാസത്തേക്ക് 2/12 × 6. അപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 1% കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് റേറ്റ് കാണണമെങ്കിൽ A + B + AB/100 ഈ ഇക്വേഷനിലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1 + 1 + 1 × 1 / 100. ആൻസർ എത്ര വരിക? 2.01%. ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. A, B and C can do a piece of work in 48 days, 42, 56 and 63 days respectively. They started the work together, but A left the work 10 days before the completion of the work, while B left the work in 12 days before the completion. Find the number of days approximately to complete the whole work. എയും ബിയും സിക്കും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ 42 ദിവസം, 56 ദിവസം, 63 ദിവസമാണ് വേണ്ടത്. എന്നിട്ടോ ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്തു. പക്ഷേ എ എന്ത് ചെയ്തു? വർക്ക് തീരുന്നതിന് 10 ദിവസം മുന്നേ എ ലെഫ്റ്റായി പോയി. വർക്ക് തീരുന്നതിന് 12 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. സീനെ പറ്റിയൊന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സി ഫുൾ ഡേ വർക്ക് സൈറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ വർക്ക് തീർക്കാനായിട്ട് എത്ര ദിവസമാണ് ടോട്ടൽ വേണ്ടി വരിക? എങ്ങനെ ചെയ്യാം? ആദ്യം എയുടെയും ബിയുടെയും സിയുടെയും നമ്പർ ഓഫ് ഡേയ്സ് എഴുതുക. 42, 56 ആൻഡ് 63. ഇനി ടോട്ടൽ വർക്കായിട്ട് ഇവരുടെ LCM എടുക്കുക. എങ്ങനെ LCM എടുക്കുക? 42, 56, 63. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ളത് 7 ആണ്. 7 എടുക്കുമ്പോൾ 6, 8, 9. ഇനി എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 2 കോമൺ ആയിട്ട് എടുക്കാം. 2 എടുത്തു കഴിഞ്ഞാൽ 3, 4, 9ൽ നിന്ന് 2 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇനി 3ലും 9ലും എന്ത് കോമൺ ഉണ്ട്? 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 1, 4, 3.
ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് LCM ആയല്ലോ. എത്ര വരും? 12. ഇവിടെ 12 × 6 എന്ന് പറയുന്നത് 72 ആണ്. 72 × 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 504 അല്ലേ? 504 ആണ് ഇതിൻ്റെ LCM വരിക. ഇനി എഫിഷ്യൻസി കാണാൻ വേണ്ടി 504/42. 504/42 എന്ന് പറയുമ്പോൾ 12 വരും. അതേപോലെ 504/56 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 504/63 8 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കിട്ടി. ഇനി ടോട്ടൽ വർക്ക് എത്രയാണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എക്സ് ഡേയ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടൽ ഡേയ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം മുന്നേ പോകുന്നത്? ടോട്ടൽ എക്സ് ഡേയ്സ് ആണ്, 10 ദിവസം മുന്നേ പോയി. അപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്? എക്സ് - 10 ഡേയ്സ് ആണ് വർക്ക് ചെയ്തേക്കുന്നത്. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇത്രയും യൂണിറ്റ് വർക്കാണ് ആര് മാത്രം ചെയ്യുന്നത്? മാത്രം ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. എഗെയിൻ ബിയുടെ കാര്യം എങ്ങനെയാണ്? ബി 12 ദിവസം മുന്നേ പോയി. അപ്പോൾ എക്സ് - 12 ഇൻറ്റു ബിയുടെ എഫിഷ്യൻസി 9 പ്ലസ് 8 ഇൻറ്റു എക്സ്. 8 എന്ന് പറയുന്നത് സിയുടെ എഫിഷ്യൻസിയാണ്. എക്സ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ടോട്ടൽ വർക്ക്? 504. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 12x - 120 പ്ലസ് 9x - 108 പ്ലസ് 8x is equal to 504 എന്ന് വരും. 12xും 9xും കൂടി ആഡ് ചെയ്യുമ്പോൾ 21 ആണ്. 21 പ്ലസ് 8 എന്ന് പറയുന്നത് 29x is equal to 504 പ്ലസ് 120 പ്ലസ് 108 എത്രയാണ്? 228 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 732 എന്ന് വരും. 29x is equal to 732. അങ്ങനെയെങ്കിൽ എക്സ് എത്രയാണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 732/29. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആണ് ചോദിച്ചു വെക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 25 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ചോദിച്ചു വെക്കുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 4 25 ഡേയ്സ് ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. On dividing a number by 42, we get 120 as the quotient and 0 as the remainder. On dividing the same number by 41, what will be the remainder? ഏതോ ഒരു സംഖ്യനെ 42 വെച്ചിട്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ കോഷ്യൻ്റ് 120ഉം റിമൈൻഡർ 0 ആണ്. അങ്ങനെയെങ്കിൽ ആ നമ്പർ എങ്ങനെയാണ്? എക്സാമ്പിളായിട്ട് നമ്മൾ 18നെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഇവിടെ കോഷ്യൻ്റ് കിട്ടിയത്? 3 ആണ്. റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഈ 18 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 6 ഇൻറ്റു കോഷ്യൻ്റ് ചെയ്തു. 6 × 3 18. അതേപോലെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ എത്ര വരും? നമ്പർ ഈക്വൽ ടു 42 ഇൻറ്റു 120. 42 ഇൻറ്റു 120 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 0 4 5040 എന്നാണ്. 5040 ആണ് ആ നമ്പർ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 41 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ എന്ന് ചെക്ക് ചെയ്യണം. 5040 ഡിവൈഡ് ബൈ 41. 50ൽ ഒരു തവണ 41. 94 വന്നു. 94ൽ 2 തവണ 82. 120ൽ എത്ര തവണയാണ്? 2 തവണയാണ് 82. ഫൈനൽ ആൻസർ എത്ര വന്നു? 38. 38 ആണ് റിമൈൻഡർ. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്തത് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 16 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 16 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആവറേജ് കാണാനായിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 16 വരെ ഉള്ളത് 1 2 3 പിന്നെ പോയി 16 വരെ അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? കാരണം 1 ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റത്തെ വാല്യൂ 1ഉം ലാസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആവറേജ് കാണാം? ആവറേജ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2. 17/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8.5. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ ഫ്രാക്ഷൻ? തന്നിരിക്കുന്ന 4 ഫ്രാക്ഷനിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാമെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് വെക്കാം. തേർഡ് ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാത്തിലും 7/8 ആണ് ഏറ്റവും വലുതായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 7/8 ആണോ അല്ലെങ്കിൽ 13/6 ആണോ വലുത് നോക്കാം. ഇനി 13/6 ആണ് വലുതെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആൻസർ 3 ആണെന്ന് എഴുതാം.
നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 7/8 13/6. എങ്ങനെ ഇതിൽ ഏതാ വരുന്നത് ചെക്ക് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 16 അല്ലേ? ഓക്കെ. 7 × 16 8 × 13 ചെയ്യാം. 7 × 16 എത്രയാണ്? 112 ആണ്. 8 × 13 എന്ന് പറയുന്നത് 104 ആണ്. അപ്പോൾ ഏതാ വലുത്? ഈ ഭാഗത്ത് വന്നേക്കുന്നതാണ് 112 ആണ് വലുത്. അപ്പോൾ 7/8 ആണ് കൂട്ടത്തിൽ വലിയ സംഖ്യ. അപ്പോൾ എന്തായി? തേർഡ് ഓപ്ഷൻ പോയി. നമുക്ക് ഇനി ഇത് കൺസിഡർ ചെയ്യേ വേണ്ട. ഇനി അടുത്ത നോക്കുക. ഇവിടെ 13/16, ഇവിടെ 63/80, ഇവിടെ 13/16. ഇതിലേതാ വലുത് നോക്കുക. എഗെയിൻ 13/16 63/80 ചെയ്യുമ്പോൾ എത്ര വരും? 1040 എന്ന് വരും. 63 × 16 ചെയ്യുമ്പോൾ 1008. അപ്പോൾ ഏതാണ് വലുത്? 13/16 ഇതാണ് വലുത്. 1040 കീഴെ വന്നിട്ടുള്ള 13/16 ആണ് വലുത്. അപ്പോൾ ഈ ഏതാണ്? ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഏതൊക്കെ ഓപ്ഷനുള്ളൂ? 1ഉം 4ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 31/40 ആണോ 63/80 ആണോ വലുത് നോക്കുക. 31/80യും 31/40യും 63/80യും ചെയ്ത് കഴിഞ്ഞാൽ 0 8 24. ഇവിടെയാണെങ്കിൽ 0 12 25. ഏതാ വലുത്? ഇതാണ് വലുത്. 63/80 ആണ് വലുത്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന, കറക്റ്റ് ഓർഡറിൽ വരുന്ന ആൻസർ. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണോ വലുത് വരുന്നത് ആ ഫ്രാക്ഷൻ ആയിരിക്കും കൂട്ടത്തിൽ വലിയ ഫ്രാക്ഷൻ. അടുത്തത് 3 runners, Aman, Ramesh and Naresh, run a race with Aman finishing 48 meter ahead of Ramesh and 68 meter ahead of Naresh. In another race of same length, Naresh finishes 25 meter ahead of Naresh. Each runner travels the entire distance at a constant speed. Find the length of the race. ഒരു റേസിൽ അമനും നരേഷും രമേഷും കൂടി ഓടാണെങ്കിൽ അമൻ എന്ത് ചെയ്യാണ്? രമേഷിനേക്കാളും 48 മീറ്റർ ഹെഡായിട്ടും നരേഷിനേക്കാളും 68 മീറ്റർ ഹെഡായിട്ടും ഫിനിഷ് ചെയ്യും. അനദർ റേസ് സെയിം ലെങ്ത്ത് ആരുടെയൊക്കെ കാര്യമാണ്? രമേഷിൻ്റെ നരേഷിൻ്റെ കാര്യമാണ്. രമേഷാണത് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെ? നരേഷിനേക്കാളും 25 മീറ്റർ ഹെഡായിട്ട്. അങ്ങനെയെങ്കിൽ കാണേണ്ടത് ഈ പറയുന്ന റേസിൻ്റെ ടോട്ടൽ ലെങ്ത്താണ്. അപ്പോൾ അമൻ, രമേഷ് ആൻഡ് നരേഷ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അമൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? രമേഷിനേക്കാളും 48 മീറ്റർ ഹെഡാണ്. അപ്പോൾ രമേഷ് എന്താണ് ചെയ്യുന്നത്? അമനേക്കാളും 48 മീറ്റർ കുറച്ചിട്ടാണ് അമൻ റൺ ചെയ്യുന്നത്. ഡി - 48 ആണ് രമേഷ് റൺ ചെയ്യുന്ന ദൂരം. അതേപോലെ നരേഷ് ആണെങ്കിലോ ഡി - 48 ആണ് 68 ആണ് ഈ സെയിം ടൈമിൽ നരേഷ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അടുത്ത കേസിൽ രമേഷിൻ്റെയും നരേഷിൻ്റെയും കാര്യമാണ്. അപ്പോൾ രമേഷാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. രമേഷ് എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡി ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യുന്നുണ്ട്. നരേഷിനേക്കാൾ 25 മീറ്റർ ഹെഡാണ്. അപ്പോൾ സെയിം സമയത്ത് നരേഷ് എത്ര കവർ ചെയ്യും? ഡി - 25. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരുടെ രണ്ടുപേരുടെയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഡി - 48 ഡിവൈഡഡ് ബൈ ഡി - 68 ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ ഡി - 25. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഡി സ്ക്വയർ - 25d - 48d പ്ലസ് 1200 ഈക്വൽ ടു ഡി സ്ക്വയർ - 68d. ഡി സ്ക്വയറും കട്ട് ചെയ്ത് പോയി. 1200 ഇവിടെ എത്ര വന്നു? 25 + 48 എന്ന് പറയുമ്പോൾ 73d ഈക്വൽ ടു 68 - 68d ആണ്. അപ്പോൾ 1200 ഈക്വൽ ടു എത്ര വരും? 5d എന്ന് വരും അല്ലേ? 73 - 68 5 ആണ്. അപ്പോൾ d ഈക്വൽ ടു 1200/5. 1200/5 എന്ന് പറയുമ്പോൾ എത്ര വരിക? 240 അല്ലേ? 240 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. In a race around a circular track, an athlete runs at 10 meter per second in the first round, at 20 meter per second in the second round, and at 30 meter per second in the third round. Find his average speed in meter per second for the race. ഇങ്ങനെയാണ് ഒരു റേസിൽ ആദ്യത്തെ ലാപ്പ്
10 മീറ്റർ പെർ സെക്കൻഡിലും രണ്ടാമത്തെ ലാപ്പ് 20 മീറ്റർ പെർ സെക്കൻഡിലും മൂന്നാമത്തെ റൗണ്ട് 30 മീറ്റർ പെർ സെക്കൻഡിലുമാണ് റൺ ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് ആവറേജ് സ്പീഡാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എന്ത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സെയിം ഡിസ്റ്റൻസും 3 സ്പീഡും ആണെങ്കിൽ നമ്മളെങ്ങനെ ആവറേജ് സ്പീഡ് കാണാം? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇതിൽ എയും ബിയും സിയും എന്താണ്, ഓരോ സ്പീഡാണ് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു 10 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 300 പ്ലസ് 600 എത്ര വരും? 2 ഇൻറ്റു 3 6 ആണ്. 6 ഇൻറ്റു 3 18 ആണ്. 3 സീറോസ് വരും. താഴെയാണെങ്കിൽ 500 500 പ്ലസ് 600 എന്ന് പറയുന്നത് 1100 സീറോയും സീറോയും കട്ട് ചെയ്തു. 180/11 180/11 എന്ന് പറയുമ്പോൾ 16.36. ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക. അടുത്തത്, രമേശ് ബോറോഡ് സം മണി ആൻഡ് എഗ്രി ടു പേ ഓഫ് ബൈ പേയിങ് ₹4,565 at the end of the first year and ₹6,534 at the end of the second year. If the rate of the compound interest is 10% per annum, find the amount borrowed by രമേശ്. രമേശ് എത്രയോ പൈസ കടം വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ വർഷത്തിൻ്റെ എൻഡിൽ 4,565 രൂപയും രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ 6,534 രൂപയും പേ ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ കാണേണ്ടത് എന്താണ്, എത്ര രൂപയാണ് കടം എടുത്തേക്കുന്നതെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ നമുക്ക് A is equal to P into 1 plus R/100 T കൺവെൻഷണൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സക്സസീവ് റേറ്റ് വെച്ചിട്ട് ചെയ്യാം. കൺവെൻഷനലി ആണ് ചെയ്യുന്നതെങ്കിൽ A is equal to P into 1 plus R/100 ആണ് റേസ് ടു T. ആദ്യത്തെ കേസിൽ T 1 ആണ്. എമൗണ്ട് എത്രയാണ്? 4,565 ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു 1 പ്ലസ് 10/100. 10/100 എന്ന് പറയുമ്പോൾ 1/10 ആണ്. പ്ലസ് 1 വരുമ്പോൾ 11/10 എന്ന് വരും. 11/10 റേസ് ടു 1 എഴുതുന്നില്ല. അപ്പോൾ 11 വെച്ചിട്ട് 4,565 കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ വരിക? 415 എന്ന് വരും. ഇനി 10 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയായി? ആദ്യത്തെ കേസിൽ 4,150 എന്നായി. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ 6,534 രൂപയാണ് എമൗണ്ട്. സെയിം പ്രിൻസ് P ഇൻറ്റു 1 പ്ലസ് R/100 എത്ര വരുന്നത്? 11/10 ആണ് വരുന്നത്. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ്? 2 ആണ്. അപ്പോൾ എന്ത് വരും? 11/10 ദ ഹോൾ സ്ക്വയർ, അതായത് 11/10 ഇൻറ്റു 11/10. 121 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആൻസർ വരും? 54 എന്നാണ് വരിക. അപ്പോൾ P is equal to 54,000. ഇത് ആദ്യത്തെ കേസിൽ, ഇത് രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ടോട്ടൽ P എന്ന് പറയുന്നത് P1 പ്ലസ് P2 ഈക്വൽ ടു 5,400 പ്ലസ് 4,150 9,550. ഓപ്ഷൻ നമ്പർ 3. ഇതാണ് ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? സക്സസീവ് ചേഞ്ച് മെത്തേഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന റേറ്റിന് ഫ്രാക്ഷനാക്കി എഴുതുക. അപ്പോൾ 10% ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/10 എന്നാണ് വരുന്നത്. അപ്പോൾ 1/10 ആണ് ഫ്രാക്ഷൻ എങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇതിൽ നിന്ന് എടുക്കുന്നത്? ഡിനോമിനേറ്ററിനെ പ്രിൻസിപ്പളായിട്ട് എടുക്കുക. ഡിനോമിനേറ്റർ 10, എമൗണ്ട് എത്ര വരും? 10 പ്ലസ് 1 11 ആണ് എമൗണ്ട്. ഇത് ആദ്യത്തെ വർഷം. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പളാണ് 10, എമൗണ്ട് ആണ് 11. 11ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇദ്ദേഹം എത്ര രൂപയാണ് അടച്ചിരിക്കുന്നത്? 4,565. 11 യൂണിറ്റ് ആണ് 4,565. ഒരു യൂണിറ്റ് 415 അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ, അതായത് 10 യൂണിറ്റ് എത്രയാണ്? 4,150. ഇതേപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ 10 11 എഗെയിൻ 10 11 രണ്ടാമത്തെ വർഷത്തെ എന്തായി? ടോട്ടൽ 100 121 121 കറസ്പോണ്ടിങ് ആയിട്ട് ഇദ്ദേഹം എത്ര രൂപ അടച്ചിട്ടുണ്ട്? 6,534 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ 121 ആണ് 6,534. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 54. നമുക്കിവിടെ എത്രയാണ്? 100 യൂണിറ്റ് ആണ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു P ഈക്വൽ ടു 100 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 54,000. അപ്പോൾ ഈ കിട്ടിയ പിയും അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? 9,550 തന്നെയാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ ഇതെങ്ങനെ വേണം ചെയ്യാൻ?
ബോട്ട് മാസ് റൂൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിലാകെ ബ്രാക്കറ്റും ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റാണ്, ഒ ഓഫാണ്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഓഫ് വരുന്നില്ല. ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ഈ ബ്രാക്കറ്റിൽ നിന്ന് തുടങ്ങാം. 6+4 എത്രയാണ്? 10 പ്ലസ് 12/4 × 2 എത്ര വന്നു? 6 വന്നു. അപ്പോൾ ഇത് ടോട്ടൽ 6 എന്ന് എഴുതാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാണ്? 1/3. 1/3 എത്രയാണ്? 4/3 × 9 / 3 പ്ലസ് 1 2/3 എത്രയാണ്? 5/3 ചെയ്യുമ്പോൾ 3 × 3 9. അപ്പോൾ മുകളിലത്തെ 9 കട്ട് ചെയ്ത് പോയി. 10 + 6 16, 16 + 4 20, 20 + 5/3 എത്ര വരും? 20 × 3 60 ആണ്. 60 + 5 65/3. 65/3 ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ 1. ഈസി ആയിരുന്നല്ലോ. അടുത്തത്, the selling price of 40 articles is equal to the cost price of 60 articles. Find the gain percentage. 40 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആണ്. കാണേണ്ടത് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ഇവർ തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 40 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഒരെണ്ണത്തിന് 1 രൂപയാണെങ്കിൽ 40 എണ്ണത്തിന് 40 രൂപ, അല്ലെങ്കിൽ 40ൻ്റെ സെല്ലിംഗ് പ്രൈസ് 40 × SP is equal to എത്രയാണ്? 60 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 60 × CP. 0യും 0യും കട്ട് ചെയ്തു, 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ 2ഉം 3യും വന്നു. ഇനി എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3/2 എന്ന് വന്നു ആണല്ലോ. ഇനി പ്രോഫിറ്റ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 3 - 2 1 ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആണ്. 1/2 × 100 എത്രയാണ്? 50% ആണ് ഈ ഒരു കേസിൽ വരുന്ന ലാഭം. ഓപ്ഷൻ നമ്പർ 3 50%. അടുത്തത്, 85% of x minus y is equal to 25% of x plus y. Then y is what percentage of x? Okay. 85% എന്ന് പറയുമ്പോൾ 85/100 × x minus y ഈക്വൽ ടു 25% എന്ന് പറയുമ്പോൾ 25/100 ഓഫ് x plus y. ഇത് പെർസെൻറ്റേജ് ഇക്വേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതുകൊണ്ട് പെർസെൻറ്റേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ /100 ഒന്നും എഴുതേണ്ട കാര്യമില്ല, മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. ഇത് എന്തായാലും എന്താ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. 100ഉം 100ഉം കട്ട് ചെയ്ത് പോയി. ഇനി x plus y by x minus y ഈക്വൽ ടു എന്താണ്? 25 85/25. x plus yന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, x minus yന് അപ്പുറത്തേക്ക് പോകുമ്പോൾ x plus y by x minus y എത്ര വന്നു? 85/25. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെയാണ് വരിക? a/b is equal to x/y അങ്ങനെയാണെങ്കിൽ ഈ റൂൾ പ്രകാരം a+b ഡിവൈഡ് ബൈ a - b is equal to x plus y ഡിവൈഡ് ബൈ x minus y എന്ന് എഴുതാൽ മതി. അപ്പോൾ നമ്മൾ ഈ 85ഉം 25ഉം 5ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് എഴുതുകയാണെങ്കിൽ 17/5 എന്ന് വരും. അപ്പോൾ x plus y ഡിവൈഡ് ബൈ x minus y is equal to 17/5 വരും. ഇനി ഇത് നമ്മൾ x plus y പ്ലസ് x minus y ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലി, അതായത് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ x plus y ഡിവൈഡ് ബൈ x minus y എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫൈനലായിട്ട് വരുന്നത് എന്ത് വരും? x/y എന്നായിരിക്കും വരിക. നമ്മൾ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ x/y എന്നായിരിക്കും ഫൈനലി വരിക. ഈക്വൽ ടു 17 + 5 17 + 5 എത്രയാണ്? 22 ഡിവൈഡഡ് ബൈ x minus y, അതായത് 17 - 5 എത്രയാണത്? 12 ആണ്. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 11/6. അപ്പോൾ x/yയുടെ വാല്യൂ എത്ര വന്നു? 11/6 എന്ന് വന്നു. x is equal to 11ഉം y is equal to 6ഉം. ഇനി ചോദിച്ചു വെക്കുന്നത് y x-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? y x-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? എത്രയാണ്? 600/11. 600/11 ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? 54 6/11 എന്നായിരിക്കും ആൻസർ കിട്ടുക. അടുത്തത്, ഇൻ ആൻ ഇലക്ഷൻ എ കാൻഡിഡേറ്റ് ഹു ഗെറ്റ്സ് 70% ഓഫ് ദ വോട്ട് ഇസ് സെലക്റ്റഡ് ബൈ എ മെജോറിറ്റി ഓഫ് 500 വോട്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്? ഒരു ഇലക്ഷനിൽ ഒരാൾക്ക് 70% വോട്ട് കിട്ടി. എന്നിട്ട് എന്താണ്?
500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എത്രയാണ്? അപ്പോൾ ആദ്യത്തെ ആൾ ഇപ്പോൾ എ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എക്ക് 70% വോട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ ബിക്ക് എത്ര കിട്ടും? നമ്മൾ ശതമാനത്തിൽ പറയുമ്പോൾ എപ്പോഴും ടോട്ടൽ എത്രയായിരിക്കും? 100% ആയിരിക്കും. അപ്പോൾ എക്ക് 70% കിട്ടിയെങ്കിൽ ബിക്ക് എത്ര ശതമാനമാണ്? ബിക്ക് 100 - 70 30% കിട്ടിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40% വ്യത്യാസം. 70 - 30 40% വ്യത്യാസം. ഈ 40% എന്ന് പറയുന്നതാണല്ലോ ഭൂരിപക്ഷം. അതായത് എക്ക് ബിനേക്കാളും 40% വോട്ട് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. 40% എത്രയാണ്? 500. കാരണം 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ബിനേക്കാളും എക്ക് 500 വോട്ട് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ 40% എന്ന് പറയുന്നതാണ് എന്ത്? 500. അങ്ങനെയാണെങ്കിൽ ഒരു പെർസെൻറ്റേജ് എത്ര വന്നു? 50/4. നമുക്ക് കാണേണ്ടത് ടോട്ടൽ വോട്ടേഴ്സാണ്. ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 100% ഈക്വൽ ടു 50/4 × 100. 25 വന്നു. 1250 പേരാണ് ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിലുള്ളത്. അല്ലെങ്കിൽ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 1250 ആണ്. അടുത്തത് Riya can complete a piece of work in 12 days, Preeta in 18 days and Geeta in 24 days. Preeta and Geeta worked together for 6 days and then Geeta was replaced by Riya. In how many days altogether was the work completed? റിയയ്ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 12 ദിവസം വേണം. റീതയ്ക്ക് 18 ദിവസം വേണം. ഗീതയ്ക്ക് 24 ദിവസം വേണം. എന്നിട്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റീതയും ഗീതയും മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. എത്ര ദിവസത്തേക്ക്? 6 ദിവസത്തേക്ക്. അതിനുശേഷം എന്ത് ചെയ്തു? ഗീത വാസ് റീപ്ലേസ്ഡ് ബൈ റിയ. ഗീതയ്ക്ക് പകരം അടുത്ത കേസിൽ വരുന്നത് റിയയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ ആദ്യം നമുക്ക് ഓരോരുത്തരുടെ ഡേയ്സ് എഴുതാം. റിയ, റീത, ഗീത. 12, 18, 24. 12, 18, 24 വരുമ്പോൾ LCM എത്രയായിരിക്കും? 72 ആയിരിക്കും. 12 × 6 ആണ് 72. 18 × 4 24 × 3. 3 പേരുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ ആയി. ഇനി ആദ്യത്തെ കേസിൽ റീതയും ഗീതയും 4ഉം 3ഉം എത്രയാണ് ടോട്ടൽ എഫിഷ്യൻസി? 7 ആണ് അവർ ടോട്ടൽ എഫിഷ്യൻസി. എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് കഴിഞ്ഞു? 7 × 6 42 യൂണിറ്റ് വർക്ക് കഴിഞ്ഞു. ടോട്ടൽ 72 യൂണിറ്റ് ആയിരുന്നു വർക്ക് ഉണ്ടായത്. അപ്പോൾ 42 പോയി കഴിഞ്ഞാൽ റിമൈനിങ് വർക്ക് എത്രയാണ്? 72 - 42 ഈക്വൽ ടു 30 യൂണിറ്റ് വർക്കാണ് ഇനിയുള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഗീതയ്ക്ക് പകരം ആരാണ് വരുന്നത്? റിയയാണ് വരുന്നത്. റീതയ്ക്ക് വ്യത്യാസമില്ല. അപ്പോൾ റിയയുടെയും റീതയും കൂടിയിട്ടുള്ള ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 6 + 4 10 ആണ് അടുത്ത കേസിൽ ടോട്ടൽ എഫിഷ്യൻസി. വർക്ക് എത്രയുണ്ട് ബാക്കി? 30 ഉണ്ട്. അപ്പോൾ 30 വെച്ചിട്ട് 10 ആണ് അവരുടെ എഫിഷ്യൻസിക്ക്. എത്ര ദിവസം വേണ്ടി വരും? 3 ദിവസം വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു 3 ഡേയ്സ് ഉണ്ട്, ഇവിടെ ഒരു 6 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡേയ്സ് ആണ് വെച്ചേക്കുന്നത്. ടോട്ടൽ എത്ര വരും? ആദ്യത്തെ 6ഉം കൂട്ടണം, പിന്നത്തെ 3ഉം കൂട്ടണം. അപ്പോൾ എത്രയായി? 9 ദിവസം. ടോട്ടൽ 6 + 3 9 ഡേയ്സ് കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. അടുത്തത് 3 cubes of sides 5 cm, 4 cm and 3 cm are melted to form a new cube. Find the length of the diagonal of the new cube. 3 ക്യൂബ് 5, 4, 3 സെൻറ്റിമീറ്റർ വീതം സൈഡ് വരുന്നത് മെൽറ്റ് ചെയ്തിട്ട് വേറൊരു ക്യൂബാക്കി മാറ്റിയേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ക്യൂബ് എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് വേറൊരു ക്യൂബാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അവരുടെ വോളിയം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ 5, 4, 3 വെച്ചിട്ടാണെങ്കിൽ വോളിയം എത്ര വരിക? A ക്യൂബാണ്. അപ്പോൾ 125, 64, 27 ആഡ് ചെയ്യുമ്പോൾ 9, 16, 216 എന്നാണ് മൂന്നാമത്തെ. അതായത് ഇവർ ടോട്ടൽ വോളിയം 216 ആണ്. 216 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന വലിയ ക്യൂബിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ A ക്യൂബാണ് 216. അങ്ങനെയെങ്കിൽ A എത്രയാണ്? A 6 ആണ്. ഓക്കെ, വലിയ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 6 ആണ്. അങ്ങനെയെങ്കിൽ ഡയഗണൽ എങ്ങനെ കാണാം? ഡയഗണൽ ഇസ് ഈക്വൽ ടു A√3 ആണ്. അപ്പോൾ എത്ര വരും? 6√3. ഓപ്ഷൻ നമ്പർ 2 ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. An equilateral triangle of side 6 cm has its corners cut off to form a regular hexagon. What is the area of this regular hexagon? ഒരു 6 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തേക്കാണ്?
ഒരു റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്തേക്കുന്ന ഹെക്സഗണിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിളെങ്കിൽ ടോട്ടൽ 6 ആണ്. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ എല്ലാ സൈഡും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം? ഈ 6നെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താൽ പോരെ? അപ്പോൾ ഇവിടെയും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 3 സൈഡിൽ നിന്നും ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് നടുക്ക് എന്ത് കിട്ടി? ഒരു ഹെക്സഗൺ കിട്ടി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 2 2 2 2 2 ഇവിടെയും 2 2 2 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ ഇത് 2 ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഈ സൈഡും തന്നെയായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 6 ഇൻറ്റു ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. കാരണം നമ്മൾ ഹെക്സഗൺ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഹെക്സഗൺ വരിക? എന്താണ് ഈ ഫോം ചെയ്തേക്കുന്ന 6 ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 6 ചെയ്താൽ മതി. 6 ഇൻറ്റു √3/4 a². എയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. എത്ര വരും? 6 ഇൻറ്റു √3/4 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 4ഉം 2 ഇൻറ്റു 2ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ എത്ര വരും ആൻസർ? 6√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന ഹെക്സഗണിൻ്റെ ഏരിയ. അടുത്തത്, the marked price of an AC is rupees 36,800. The shopkeeper offers an off-season discount of 11% on it. The selling price of the AC is. ഒരു എ സിയുടെ മാർക്ക്ഡ് പ്രൈസ് 36,800 രൂപയാണ്. അതിൻ്റെ കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു 11% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് വെച്ചേക്കുന്നത്? നമ്മൾ മാർക്ക്ഡ് പ്രൈസ് 100 എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് 11% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 മൈനസ് 11 89% അല്ലെങ്കിൽ 89 യൂണിറ്റ് ആയിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 100 യൂണിറ്റാണ് മാർക്ക്ഡ് പ്രൈസ്. നമ്മുടെ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 36,800. അപ്പോൾ 100ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 36,800. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 0 കട്ട് ചെയ്താൽ പോരെ? 1 യൂണിറ്റ് 368 വരും. നമുക്ക് കാണേണ്ടത് 89 യൂണിറ്റാണ്. അതാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 89 ഇൻറ്റു 368. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 32,752 രൂപ എന്നായിരിക്കും. അടുത്തത്, എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ ഫോർ 4 hours at speed of 75 km/h and for next 6 hours at the speed of 90 km/h. Find the average speed of the car during the entire journey. ഒരാൾ ആദ്യത്തെ 4 മണിക്കൂറിൽ 75 km/hലും രണ്ടാമത്തെ 6 മണിക്കൂറിൽ 90 km/hലുമാണ് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കാറിൻ്റെ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി എന്താ വേണ്ടത്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 2 ടൈമാണുള്ളത്, T1 + T2. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസ് എത്ര വരും? സ്പീഡ് ഇൻറ്റു ടൈം. അതാണ് ഡിസ്റ്റൻസ്. 75 × 40 എന്ന് പറയുന്നത് 300 ആണ്. അടുത്തത് 6 × 90 540. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 840 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 840. ടോട്ടൽ ടൈം എത്രയാണ്? T1 + T2 6 + 4 10 ആണ്. 10 hours. ഇതാണെങ്കിൽ 840 km. അപ്പോൾ ഇനി സ്പീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. 840/10 = 84 km/h. ഓപ്ഷൻ എ. അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, Pankaj offers a cash discount of ₹250 first and then 2 successive discounts of 8% and 5% on the sale of a chair. If the marked price of the chair is ₹4,250, what is the final price of the chair for a customer after given discount scheme? Pankaj, ഓക്കെ, മാർക്ക്ഡ് പ്രൈസ്, ഒരു ചെയറിൻ്റെ മാർക്ക്ഡ് പ്രൈസ് 4,250 ആണ്. തുടക്കം തന്നെ അതിൽ 250 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4,250 നിന്ന് 250 ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് വരുന്നത്? പിന്നെ വരുന്ന പൈസ എന്ന് പറയുന്നത് 4,000 രൂപയാണ് അല്ലേ?
ഈ 4000 രൂപയിൽ നിന്നാണ് 2 എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, 8%, 5%. അപ്പോൾ നമ്മൾ എടുക്കുന്നത് പുതിയ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4250 നിന്ന് ആദ്യം പറഞ്ഞേക്കുന്ന 250 കുറച്ചിട്ടുള്ള 4000 ആണ് നമ്മുടെ ഇനി കൺസിഡർ ചെയ്യേണ്ട മാർക്ക് പ്രൈസ്. ഓക്കെ ആണല്ലോ. 2 ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 8ഉം 5ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 8, 92. ഇവിടെയാണെങ്കിൽ മാർക്ക് പ്രൈസ് 100, ഡിസ്കൗണ്ട് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100 മൈനസ് 5, 95. ഓക്കെ അല്ലേ? സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് ചെയ്താൽ മതി? 4000 ഇൻറ്റു 92/100 ഇൻറ്റു 95/100. 0യും 0യും കട്ട് ചെയ്തു, ഈ 0യും ഈ 0യും കട്ട് ചെയ്തു. 5 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 19, 2, 4, 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 വന്നു. ഇനി ഇത് ഫുള്ള് ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്താൽ മതി. 2 × 2 4 ആണ്, 4 × 9 6. അപ്പോൾ ലാസ്റ്റ് 6 വരുന്നൊരു ആൻസർ. അങ്ങനത്തെ ഒറ്റ ആൻസർ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ നമ്പർ 4, 3496. A person sells a packet on the cost price by using a faulty weight 10% less than the actual measure. What is his gain percentage? ഒരു 10% വരുന്ന ഒരു ഫോൾട്ടി വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് വെച്ചേക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, കുറേ ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ വരുന്നത്? 10% കുറവ്. അപ്പോൾ 100 ആണ് ആക്ച്വലെങ്കിൽ 10% കുറയുമെന്ന് പറയുമ്പോൾ 90. അപ്പോൾ ഇയാൾ എത്ര വിൽക്കുന്നുള്ളൂ? 90 വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾക്ക് എത്ര ചിലവാകുന്നുള്ളൂ? 90ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം ചിലവാകുന്നുള്ളൂ. പക്ഷെ വാങ്ങിക്കുന്ന ആളോട് എന്താ പറയുന്നത്? ഇത് ഫുള്ളുണ്ട്, 100% ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കുന്ന ആൾ 100%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്തായി? 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസോ 90 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 90ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ചിലവാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് എന്ത് മതി? റേഷ്യോ മതി. 10:9. പ്രോഫിറ്റ് എത്രയാണ്? 1 യൂണിറ്റാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് 100/9 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 11 1/9%. ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ GD എക്സാം സ്റ്റാർട്ട് ചെയ്യാറായി. എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.